ഇത് ആമസോണിൽ ഇപ്പോൾ ഇത്തിരി ട്രെൻഡിൽ നടക്കുക, അതും ഗോസറിക്ക് ബ്രാൻഡിൻ്റെ ആണ്. ഇത് ട്രെൻഡാണെന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒന്നാമത്തെ 3 പീസ് കളക്ഷനാണ്, അതും റേറ്റ് കുറവിന്, പിന്നെ നല്ല ക്വാളിറ്റികളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ഇപ്പോൾ ഇത് മേടിക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഞാൻ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ ഷെയ്ഡാണ് മേടിക്കുന്നത്. ഒരു പിങ്ക് ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ ഒരു തത്തുമ്മ പറ്റാൽ എല്ലാവർക്കും എന്താ പറയുക, റയർ ഷെയ്ഡാണല്ലോ, എല്ലാവർക്കും ഇല്ലാത്ത ഷെയ്ഡ് നോക്കി അങ്ങനെ പിടിക്കാം. ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇനി 3 പീസ് കളക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് കട്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബീനക്കാണ് ഇത് വരുന്നത്. പിന്നെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ. കോട്ടൺ സിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയങ്കര ഉഷ്ണമായിരിക്കും, ഭയങ്കര പുഴുക്കായിരിക്കും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ രാവിലെ തൊട്ട് ഇട്ട് നടക്കുന്നത്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഈ ഒരു മെറ്റീരിയൽ. പിന്നെ ഫിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഷേപ്പ് എന്നുവെച്ചാൽ ഒരു പൊടിക്ക് ലൂസ് ഇഷ്ടമുള്ളതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ അങ്ങനെ നിൽക്കുന്നു മാത്രം. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സൈസ്. പിന്നെ 3/4 ആണ് ഇതിൽ സ്ലീവ് വരുന്നത്. സ്ലീവിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. പിന്നെ സെയിം മെറ്റീരിയൽ തന്നെ പാൻറ്റും വരുന്നുണ്ട്. പാൻറ്റ് ഒരു പലാസോ ആണ് കേട്ടോ വരുന്നത്, പലാസോ പാൻറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ട വരുന്നത് മൽമൽ കോട്ടൻ്റെ പ്ലെയിൻ ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു 5-6 ഷെയ്ഡ് കാണും കേട്ടോ. 5-6 ഷെയ്ഡും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട്, ഈ ഗ്രീൻ വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെ കളറുകളാണ്. അപ്പോൾ ഗോസറിക്ക് ബ്രാൻഡ് എന്ന് വെച്ചാൽ അന്യ ഡിസൈനർ ലാർജാണ് സൈസ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതാ സൈസ് ആ സൈസ് അതിൽ അവൈലബിൾ ആക്കാതെന്ന് വെച്ചാൽ ഇതൊരു 5XL സൈസ് വരെ അതിൽ അവൈലബിൾ ആണ്. 3 പീസിൻ്റെ കളക്ഷനാണ് വെറും 600 രൂപയ്ക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ 599 ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളൂ. പിന്നെ കളറും ചൂസ് ചെയ്യാനുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിലേ, ടോപ്പ് വരുന്നത് സ്ട്രെയിറ്റ് ഫിറ്റിലാണ്. അതുപോലെ തന്നെ യോക്കിൽ വീനെക്ക് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിങ്കിൽ കയറി നോക്കി അതിൻ്റെ കാര്യം ഡീറ്റെയിൽ പിന്നെ പറയാം. അപ്പോൾ യോക്കിൽ ഇങ്ങനെയൊക്കെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ബൂട്ട വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് സ്ലീവിൽ ചെറുതായിട്ടൊരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ്. മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയലാണ്. പിന്നെ പാൻറ്റും റയോൺ മെറ്റീരിയലാണ്. അത് പ്ലെയിൻ ആണ്, വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ട ഓർഗൻസയിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സെയിം റേറ്റ് നമ്മളിപ്പോൾ ഈ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വേറെ റേറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു വർക്കാണെങ്കിൽ അതിൽ വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒക്കെ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. പ്രിൻ്റ് ആയിട്ട് ഒന്നുമില്ല, ഒക്കെ 3 പീസിൻ്റെ കളക്ഷൻ തന്നെ. ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. പക്ഷേ റേറ്റ് ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 100 രൂപ വരെ വ്യത്യാസമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു കംഫർട്ട് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമുക്ക് റേറ്റ് ഈ പറഞ്ഞ പോലെ 600 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളത് ഉണ്ട് കേട്ടോ. ഈ ഒരു ക്വാളിറ്റി എന്തായാലും ഇഷ്ടപ്പെട്ടു. നോർമൽ നമുക്ക് ഡെയിലി വെയറിനും ഓഫീസ് വെയറിനും ചെറിയ വക പാർട്ടി വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആരൊന്നും പറയുന്നില്ല. അപ്പോൾ ലാർജാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഗോസറിക്ക് ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഗോസറിക്ക് ബ്രാൻഡ് ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 2 മാസത്തോളമായിട്ട് എനിക്ക് അവരുടെ കളക്ഷൻസും ആ ഒരു മെറ്റീരിയലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ റീസൺ പറയാം. ആദ്യം നമ്മൾ ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇത് ഒരു നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡ്, എവിടെ നിന്നാലും കാണുമെന്ന് പറയില്ലേ. നമ്മുടെ ഇപ്പോൾ ഈ ഒരു കളർ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഇങ്ങനെ ബ്രൈറ്റ്നെസ്, നല്ല പൊപ്പ ഇത് എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. ഇനി ഇത് സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് കേട്ടോ ടോപ്പ് വരുന്നത്. പിന്നെ യോക്ക് പോർഷനിൽ വരുന്നത് ഫുൾ എംബ്രോയ്ഡറി, പിന്നെ ചെറുതായിട്ടൊരു സ്വീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു എംബ്രോയ്ഡറിയുടെ കളർ കോമ്പിനേഷൻ കൊടുത്തത് തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാൻ ഒരു രക്ഷയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂട്ട വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഇതൊക്കെ ഫുൾ എംബ്രോയ്ഡറിയിലാണ് ചെയ്തിരിക്കണത്. പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഇതിൽ ഒരു 3 കളേഴ്സ് അങ്ങോട്ട് ഞാൻ കണ്ടു കേട്ടോ. ഇപ്പോൾ ഈ 3 കളറിൽ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു, അങ്ങനെ പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഇതിന് കൂടെ വരുന്നത് പാൻറ്റിൽ 1 സൈഡ് പോക്കറ്റാണ്. പാൻറ്റിൽ ആക്ച്വലി ഒരു സെമി പലാസോ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്. ഓവറോൾ വേറെ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. സൈഡിൽ ഇങ്ങനെ ഒരു ടെസൽസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒരു വർക്കും ഇല്ല, പക്ഷേ ടോപ്പാണ് അടിപൊളി കേട്ടോ. പിന്നെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യമൊക്കെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത്ര നല്ല മെറ്റീരിയലൊന്നും ആയിരുന്നില്ല ഈ ഗോസറിക്ക് ബ്രാൻഡുകാർ ഇറക്കിയത്. പക്ഷേ ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 2 മാസം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ എന്താണെന്ന് അറിയില്ല, അവരുടെ മെറ്റീരിയലിൻ്റെ ഒക്കെ ക്വാളിറ്റികളൊക്കെ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ ഒരു സിൽക്ക് ടച്ച് വരുന്നതും പിന്നെ അതുപോലെ നമുക്ക് അത്യാവശ്യം ചെറുവക ഫെസ്റ്റിവലിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനും കൂടിയാണ് കേട്ടോ. പിന്നെ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്, സൈസ് ഫിറ്റിംഗ്. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് കളക്ഷൻ ഗോസറിക്ക് ബ്രാൻഡിൻ്റെ 3 പീസ്
പീസിൻ്റെ നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ. നമുക്ക് ഡെയിലി വെയറിനായാലും ചെറിയ ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ ഗോസ്രിക്ക അല്ലെങ്കിൽ അന്നി ഡിസൈനർ എന്നുള്ള ബ്രാൻഡാണ് ഇത് വരുന്നത്. അപ്പോൾ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് ഫിറ്റാണ്, സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ളത് സ്ട്രേറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. പിന്നെ യോക്കിൽ നമ്മൾ വീനക്ക് പറയെങ്കിലും കൂടി വീനക്കല്ല ആക്ച്വലി, ആ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ നിങ്ങളുടെ ഒരു കട്ട് പോയിട്ട് യോക്കിൽ ഇങ്ങനെ ഫുൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് തന്നെ നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ സൈഡ് പോർഷനിലും കൂടിയിട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓവറോൾ നോക്കുകയാണെങ്കിൽ. പിന്നെ 3/4 സ്ലീവ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. കുഴപ്പമില്ല, കംഫർട്ട് മെറ്റീരിയലാണ്. ഇത് മേടിക്കാൻ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ല മെറ്റീരിയൽ, അതുപോലെ തന്നെ അത് ഇട്ടാൽ തന്നെ നല്ല കംഫർട്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു 4-5 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ പിങ്ക് എന്തായാലും നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു ഹരാണല്ലോ ഒരു കളർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതും കൂടി പിക്ക് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നല്ല ദുപ്പട്ട മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ്, ഫുൾ ലെങ്ത്തും വിഡ്ത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിനെന്ന് വെച്ചാൽ ഒരു വട്ടം മേടിച്ചിട്ട് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് മേടിക്കാൻ തോന്നുന്ന ഒരു കളക്ഷൻ കൂടിയാണ് ഈ ഒരു ഗോസ്രിക്ക ബ്രാൻഡിൻ്റെ ഈ ഒരു 3 പീസ്. പിന്നെ മേടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയാനായിട്ട് നമുക്ക് റേറ്റ് കുറവിനും കിട്ടുന്നുണ്ട്. 699 അങ്ങോട്ട് എനിക്ക് 3 പീസ് സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു റേഞ്ച് വൈസ് നോക്കുമ്പോൾ നമുക്ക് എഫോർട്ടാണ്, അതുപോലെ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ നമുക്ക് കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ലാർജാണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റ് പാർട്ടി വെയർ ഫെസ്റ്റിവൽ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സെറ്റാണ്. ഇത് ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ വരുന്നത് യോക്കിൽ നല്ല അടിപൊളി ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ ഹക്കോ വരെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നടുക്കിലത്തെ പോർഷനിൽ. പിന്നെ എൻ്റെ പോർഷനിലും നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഓവറോൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തതെന്ന് വെച്ചാൽ അടിപൊളി ഒരു പക്ക പാർട്ടി വെയർ കളക്ഷൻസ്. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, ഇതിൽ വേറെ ഷെയ്ഡൊന്നുമില്ല. ഇനി ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷൻ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് നല്ല വർക്ക് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ്. ബ്ലാക്കിൽ എൻഡിൽ ചെറുതായിട്ടൊന്നുള്ള അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് നമുക്ക് സ്ലീവിൽ കൊടുത്ത പോലെ തന്നെ നല്ല അത്യാവശ്യം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് 3 പീസ് ആയതുകൊണ്ട് ദുപ്പട്ടയും കൂടി വരുന്നുണ്ട്. ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയൽ, സൈഡിൽ ലേസിൻ്റെ ഡീറ്റെയിലിംഗ്, ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ടോപ്പും അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൽ വേറെ ഷെയ്ഡ്സ് ഒന്നുമില്ല. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. പിന്നെ നമ്മളെല്ലാം പ്രാവശ്യം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ള ഒരു ഇൻഡോ ഇറ ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ്.